ഉണ്ട്. ഒരാളിരിക്കുന്നുണ്ടോ? കുറേ ദിവസം കൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച ഒരാളാ. കണ്ടോ ഇരിക്കുന്നേ? അയ്യോ, കാണുന്നില്ല നല്ലപോലെ. കണ്ടോ ഇവിടെ കയറി എന്തൊക്കെ നാശങ്ങളാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ പച്ചക്കറി എല്ലാം എടുത്ത് കടിച്ച് പറിച്ച് കളയുക. ഒരു സാധനം വെളിയിൽ വെച്ചേക്കാനൊക്കത്തില്ല. എന്നിട്ട് റൂം ഹീറ്റർ, അപ്പോൾ തണുപ്പായില്ലേ, റൂം ഹീറ്ററിൻ്റെ എല്ലാം കടിച്ച് പറിച്ച്. ഒത്തിരി ദിവസം കൊണ്ട് ഞങ്ങൾ പറയുവാ, എടാ പോ ഇവിടുന്ന് പോ, നീ ഞങ്ങളെ ശല്യം ചെയ്യരുത്. അപ്പോൾ ഓടി മേളിൽ കയറിയിട്ട് അവിടെ ഇരുന്ന് ഞങ്ങളെ കൊഞ്ഞണം കുത്തി കാണിക്കും. അപ്പോഴെല്ലാം ഞങ്ങൾ പറഞ്ഞു, ഇവിടെ എലിപ്പത്തായ കൊണ്ട് നിന്നെ അതിനകത്ത് പിടിക്കും, നീ അതിന് മുന്നേ പോകാനേ. പാവം പിടിച്ചു കഴിഞ്ഞപ്പം ഇപ്പം അവനെ എന്തോ ചെയ്യണമെന്നറിയത്തില്ല. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഓരോ നട്ട്സും ഈ പയറും ഒക്കെ ഇട്ട് കൊടുക്കുക. രാവിലെ കടല കൊടുത്തു, അതൊക്കെ തിന്ന്. ഈ പയറ് ഒക്കെ കൊടുത്തേക്കുക. അവനതെല്ലാം തിന്നുന്നുണ്ട്. ഇപ്പം ഞങ്ങളോടങ്ങ് ഫ്രണ്ട്ലി ആയി. ഇപ്പം ഇവനെ ഞാൻ കണ്ടോ നല്ല തുണിയൊക്കെ, കമ്പിളി തുണിയൊക്കെ ഇട്ട് പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇനിയും പുതപ്പിക്കണം. പുതപ്പിച്ച് അവനെ തണുക്കുന്നു. ദാണ്ട് സിറിഞ്ചിനകത്ത് ഞാൻ വെള്ളമൊക്കെ മുമ്പേ കൊടുത്തപ്പോൾ വേണ്ടി ഇതിനകത്തെടുത്ത് വെള്ളം ഇതിനകത്തൂടെ കൊടുത്ത്. അപ്പോൾ അതൊക്കെ കുടിക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ ഇങ്ങനെ പുള്ളി സുഖമായിട്ടിരിക്കുക. അയ്യോ, ടോർച്ചടിച്ച് കണ്ടോ ഡാ. ഇവനിപ്പോൾ ഞങ്ങളുമായിട്ടങ്ങ് കൂട്ടായി. ഇവനെ എന്തോ ചെയ്യണമെന്നറിയത്തില്ല. എല്ലാം മൊത്തം പുതപ്പിച്ച്, തണുപ്പല്ലേ, അവന് തണുക്കാതിരിക്കാൻ അവൻ്റെ സിറിഞ്ച് വെള്ളം കൊടുക്കുന്നേ. ഭയങ്കര ശല്യമായിരുന്നു, ഒരു രക്ഷയില്ല. എത്ര പറഞ്ഞാലും കേൾക്കാത്ത ഒരു സാധനം. അവിടെ ഇരുന്നോ, ഇന്ന് രാത്രിയിൽ നോക്കാം നമുക്ക്. ഇന്നലെ രാത്രി വീണതാ. അരി ഇട്ട് കൊടുത്തു, രാവിലെ കടല കൊടുത്തു, പിന്നെ ഇപ്പം പയറ് പൊളിച്ചു കൊടുത്തു. അവിടെ കിടക്കട്ടെ, തണുക്കാതിരിക്കാൻ. അടിയിൽ ഞാനൊരു തുണിയിട്ട് മണ്ടയ്ക്ക് വിട്ട്, കമ്പിളി തുണിയാണ്.